ഹലോ ഫ്രണ്ട്സ്, D4D കട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഐഫോൺ 13 അപ്ഡേഷൻ്റെ പുതിയ കുറച്ച് ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഐഫോൺ 11 മാക്സ് ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ 7 ആണ്. എന്നിരുന്നാലും ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് ടിപ്സും, അതായത് സെറ്റിൽ ആൾറെഡി ഉള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. എന്നാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. യാതൊരു വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്ക്രീൻഷോട്ട് പെട്ടെന്നിന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. കണ്ടോ, ഇവിടെ കോപ്പി ചെയ്യാനുള്ളതുണ്ട്. ഏഷ്യൻ 2 കോൺടാക്റ്റ് നമുക്കിപ്പോൾ നമ്മളെ നമ്പറിലോട്ട് നമുക്ക് വാൾപേപ്പറായിട്ട് വെക്കാം. ആരെ നമുക്ക് കൂൾ ചെയ്ത് അതിൽ വരും. അതേമാതിരി ക്രിയേറ്റ് വാച്ച് ഫേസ്, വാച്ചിൽ ഐഫോണിൻ്റെ വാച്ചിൽ നമുക്ക് വാൾപേപ്പറായിട്ട് വെക്കാം, സേവ് ഫയൽ. അതുകൂടാതെ എയർ ഡ്രോപ്പ് ഇവിടെ വെക്കണം, മെസ്സേജ് മെയിൽ ചെയ്യാം. വാട്സപ്പ് മെസ്സഞ്ചറുകൾ, അതേമാതിരി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, IMO മെസ്സഞ്ചർ ഏതിലോട്ട് നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് അത്. നമ്മളിപ്പോൾ പൊതുവേ സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസിലൊക്കെ പോയിട്ട് അത് എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 13 പുതിയ അപ്ഡേഷനിൽ വന്നതാട്ടോ. അത് മുമ്പൊന്നും 12 അതില്ല. അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ സെൻറ്ററിലെ കുറച്ച് ടെക്നിക്കാണ്. അതും 13 വന്നതാണ്. ഇപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഈ വോളിയത്തിൻ്റെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോളിയം കൂട്ടാം കുറക്കാം. അതുപോലെ നമ്മൾ ബ്രൈറ്റ്നെസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ വരും, ഡാർക്ക് മോഡ്, നൈറ്റ് മോഡ്. എന്താ അപ്പോൾ ഇൻ്റെത് വൈറ്റിലാണ് കിടക്കുന്നത്, ഞാൻ അപ്പോൾ ഡാർക്ക് മോഡാക്കുകയാണ്. ഇപ്പോൾ അതായത് ഡാർക്ക് മോഡാണ്. നമുക്ക് സെറ്റിങ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഇനി ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ വൈഫൈ ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സുഖം വെറൈറ്റി ആയിട്ട് എനിക്കിപ്പോൾ തോന്നിയതാട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വൈഫൈ നമ്മളെല്ലാവരും വൈഫൈ പുറത്തുനിന്നൊക്കെ ഔട്ടിൽ നിന്ന് എടുക്കുന്ന കുറേ ആളുകളുണ്ട്, പാസ്വേഡ് പൊട്ടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വൈഫൈ നമ്മളെ ലൊക്കേഷനിൽ എത്ര ആൾക്കാർ ഓൺലൈനിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, വൈഫൈൻ്റെ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകും വരൽ. നമ്മൾ ഈ വൈഫൈൻ്റെ ഇതിൽ തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ എനിക്കിവിടെ പൊതുവേ സൈഡിലൊന്നും ഔട്ട് സൈഡിലൊന്നും കൂടുതൽ നെറ്റ് വരുന്നില്ല നമ്മളെ ഈ ലൊക്കേഷനിൽ, അതുകൊണ്ട് ഇവിടെ കാണിക്കാത്ത. ഇപ്പോൾ നിങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ ആകുമ്പോൾ ഇന്ത്യ ഇവിടെ വരും. അപ്പോൾ ഇവിടെ കാണിക്കും ആരൊക്കെ ഓൺലൈനിൽ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ എയർ ഡ്രോപ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസീവർ. ഇപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന നേരം ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എയർ ഡ്രോപ്പ് എന്താണെന്നുള്ളത്, ബ്ലൂടൂത്ത്. അതായത് ഇത് യൂസ് ചെയ്യണ നേരം ഇപ്പോൾ റിസീവർ ഫയൽ ഇവിടെ നിൽക്കുന്നത് കോൺടാക്റ്റ് ഓൺലൈനിൽ, അതേമാതിരി കോൺടാക്റ്റ് ഓൺലൈനിൽ, അതേമാതിരി ഇതുണ്ട് എവരിവൺ ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. അത് നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ അതിൻ്റെ ഓപ്ഷനിൽ പോകേണ്ട ആവശ്യമില്ല, ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വ്യൂസ്. ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ വന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ആവും വന്ന് കിടക്കില്ലേ. ഇത് നമുക്കിതിൻ്റെ വ്യൂസ് എന്താണ്, അതിൻ്റെ ഓരോ സെപ്പറേറ്റ് ഓരോന്നിൻ്റെ. ഇപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ 3 ഉണ്ട്. ഇത് ഇപ്പോൾ അതിലിപ്പോൾ ന്യൂസ് ആയിട്ടൊന്നും എൻ്റേത് ഞാൻ നോട്ടിഫിക്കേഷനായി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇൻ്റർഫേസിൽ ഇവിടെ വരാത്ത ലോക്ക് സ്ക്രീനിൽ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ ന്യൂസൊക്കെ കൊടുക്കുന്ന ആളുകൾ, കണ്ടമാന ആളുകളുണ്ടാവും. നമ്മൾ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഇത് സൈഡിലോട്ടൊന്ന് ലേശം നീക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ട ക്ലിയർ, ഇത് ഒഴിവാക്കണമെങ്കിൽ സിംഗിളായിട്ട് ഒഴിവാക്കാം. അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസ്, അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് ഇവിടെ വരും. കണ്ടോ, അപ്പോൾ ഇത് ന്യൂസൊക്കെ ആണെങ്കിൽ ശരിക്കും അതിൻ്റെ ഫോട്ടോ വീഡിയോ കണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും നമ്മളെ വ്യൂസിൽ നോക്കി കഴിഞ്ഞാൽ. അതുപോലെ മാനേജിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡെലിവർ ഡെലിവർ പ്രൊമോനൻ്റ്ലി ട്യൂൺ ഓഫ് സെറ്റിങ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഐഫോണിലുള്ളതാണ് നോട്ട്സിൽ നമുക്ക് വരക്കാം, മെസ്സേജ് ലോക്ക് ചെയ്ത് സീക്രട്ടായിട്ട് വെക്കാം. അങ്ങനെ പരിപാടി നോട്ട്സിലുണ്ട്. നോട്ട്സ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ എന്തോന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോട്ട്സ് നമ്മൾ ഓണാക്കണം. എന്നിട്ടിപ്പോൾ ഓണാക്കുമ്പോൾ എൻ്റെ ഇൻ്റർഫേസിൽ ഞാൻ ഇവിടെ നോട്ട്സ് യൂസ് ചെയ്യണതുകൊണ്ടാണ് എൻ്റെ ഇതിങ്ങനെ കാണിക്കുന്നത്. ഒരുവിധം ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാർ ഇവിടെ ബ്ലൈൻഡ് ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ നോട്ട്സ് ഓണാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ കാണുന്ന ലാസ്റ്റിൽ മെസ്സേജ് ചെയ്തതിന് റൈറ്റ് സൈഡിലുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എൻ്റെ പേര് തന്നെ ചെയ്താൽ TK സലാം. ഓക്കെ, എൻ്റെ പേര് ഞാനിവിടെ എഴുതാണ് TK സലാം.
എന്നിട്ട് എനിക്കിത് ലോക്ക് ചെയ്യണം. എന്നിരുന്നാൽ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് സീക്രട്ടായിട്ട് ഇത് വെക്കണം. ഈ ഒരു മെസ്സേജ് ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ സീക്രട്ട് വെക്കേണ്ട മെസ്സേജുകൾ പലവർക്കും പല ഐറ്റംസ്, ഇപ്പോൾ ഫോട്ടോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പോൾ നമ്മൾ വരച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏത് കോലത്തിൽ നമുക്ക് വെക്കുന്ന, അതായത് നമ്മൾ അത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എഴുതിയിട്ട് അത് മറക്കരുത്, നമുക്ക് അടുത്ത നേരം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വേർഡ് നമുക്കിവിടെ ലോക്ക് സ്ക്രീനിൽ വെക്കാം. ഡിലീറ്റ് ആയി പോവില്ല, ഒന്നും പോവില്ല. അതിന് ഇത് ഡെന്ന് കൊടുക്കുന്നതിനെ തൊട്ടടുത്ത് ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകും വരല്. കുറച്ച് മേലോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ കാണാം ലോക്ക്, ഇതുണ്ടാകും കോപ്പി ആഡ് പീപ്പിൾ പിൻ നോട്ട് ലോക്ക് നോട്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ, ഞാൻ ആൾറെഡി പാസ്കോഡ് ഇട്ടതുകൊണ്ടാണ് എൻ്റെ ഇതിങ്ങനെ കാണിക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റർ പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് കൊടുക്കേണ്ട ഒരു 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഏത് നമ്പറാണെങ്കിലും. എന്നിട്ട് നമ്പർ അടിച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ടി കെ സലാം ഓക്കെ. ഇവിടെ കണ്ടങ്ങൾ മേലെ നമ്മൾ ഈ ഷെയർ ബട്ടൻ്റെ അടുത്ത് ലോക്ക് ഓപ്പൺ ആയി കിടക്കണം. ഇനിയാണ് ഞാൻ ഈ മെസ്സേജ് ലോക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ പാസ്കോഡ് കൊടുത്തു, ഇനി ഞാൻ മെസ്സേജ് ലോക്ക് ചെയ്യാൻ കേട്ടോ. ആ ലോക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതണ്ട, ദിസ് നോട്ട് ഈസ് ലോക്ക്ഡ്. ഇപ്പോൾ എൻ്റെ മെസ്സേജ് ലോക്കിലാണ്, മേലെ കണ്ടില്ല ലോക്കായി കിടക്കണം. ഇനി എനിക്ക് ഈ മെസ്സേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതണ്ട, ഇവിടെ ലോക്കിലാണ് പോയി കാണിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിക്കും, കണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആവും മെസ്സേജ് കാണിക്കൽ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ ഇത് ഇവിടെ 3 ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവിടെ 2 ഞാൻ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ നേരെ ഞാൻ ആ എഴുതിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ കാണിക്കും. ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിൽ ഇപ്പോൾ ഞാൻ ടി കെ സലാം എന്നാണ് എഴുതിയത്. ഇതിൽ ഇപ്പോൾ സ്ക്വയർ നോട്ട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ടി കെ സലാം എന്നുള്ളത് ഞാൻ തുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ആൾറെഡി കാണില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ. ഇത് നമ്മളിഞ്ഞ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ വ്യൂ നോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഫിംഗർ പ്രിൻ്റ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഞാൻ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് വെച്ച് കൊടുക്കുകയാണ്. ലോക്ക് ഓണായി കണ്ട. അപ്പം എൻ്റെ മെസ്സേജ് ഇവിടെ കണ്ടു. ഓക്കെ. ഇതിൽ തന്നെ പിന്നെ മെസ്സേജ് ചെയ്യണ ഇത് നിങ്ങൾക്കറിയില്ല, വരക്കണമൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വേണ്ട, നമുക്ക് വരക്കണ ഇതിലുണ്ടോ, ഈ വരക്കണതിൽ നമ്മളൊന്ന് ഓക്കെ എന്താ നമുക്കിവിടെ വരക്കാം. വരച്ചിട്ട് നമുക്ക് എന്തും വരക്കാം. എന്നിട്ട് ഡെന്ന് കൊടുത്ത് കണ്ടില്ല, ഇതും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, നമുക്കിവിടെ പോവുക, സിമ്പിൾ ലോക്ക് ചെയ്യുക. നമ്മളെ നമ്പറിൽ ഇപ്പോൾ ലോക്കിൻ്റെ ഇതിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ ലോക്ക് ചെയ്തില്ല, ആ കോഡിൽ അതിലാണ് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. വേണ്ട, എന്താ എഴുതിയിരിക്കണമെന്ന് തന്നെ കാണിക്കില്ല. ഇവിടെ ടി കെ സലാം എന്നുള്ള എൻ്റെ മെനു, എൻ്റെ ഫോണിൻ്റെ പേര് തന്നെ ഇതാണ്, അതുകൊണ്ടാണ് ഈ പേരിൽ ഇങ്ങനെ കാണിക്കുന്നത്. മറ്റുള്ളതൊക്കെ എഴുതിയത് ഇങ്ങനെയാണ്. ഇതണ്ട, ഇനിയിപ്പോൾ ഇത് ഓണാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അതേപോലെ നമ്മൾ ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇതണ്ട വരും. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ അറിയാത്തവർക്ക് അറിയാൻ കഴിയുള്ളൂ. അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത് പ്ലീസ്. അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ട്രിപ്പിൽ കാണാം.